മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ വന്യ മദർ ലിറ്റിൽ ഫ്ലവർ SIC ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ ഭാഗത്ത് ബഥനിയുടെ ഉത്ഭവം മുതൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മദർ ഏറെ കാര്യങ്ങൾ നമ്മോട് വിശദീകരിച്ചു. തുടർന്നുള്ള ഭാഗത്ത് ബഥനിയുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മദർ നമ്മോട് സംസാരിക്കും. മദറിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടത് ബഥനിയുടെ ഉത്ഭവം മുതലുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തന പരിപാടികളെ സംബന്ധിച്ചും മറ്റുമാണ്. ഇപ്പോഴുള്ള ബഥനിയുടെ പ്രേക്ഷിത പ്രവർത്തന രംഗങ്ങൾ വൈവിധ്യം നിറഞ്ഞതാണ് എന്ന് മദർ തന്നെ സൂചിപ്പിച്ചു. അതേപ്പറ്റി അല്പമായി കൂടി നമ്മുടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും സാറേ, ആദ്യം പറയുകയുണ്ടായല്ലോ സ്ത്രീ വിദ്യാഭ്യാസം എന്ന്. പക്ഷേ ഇന്ന് ബഥനിയുടെ വിദ്യാഭ്യാസ മേഖല എടുത്താൽ എയ്ഡഡ് സ്കൂളുകൾ 17 അതിൽ കുറേയൊക്കെ പെൺകുട്ടികൾക്ക് മാത്രമുള്ളത്. പക്ഷേ 19ഓളം CBSE സ്കൂളുകൾ അത് പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ളതായ ഒരു വിദ്യാഭ്യാസ മേഖല. അതായത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമുദായത്തിൻ്റെ പുരോഗതി, ഒരു സമൂഹത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതി നടക്കുകയുള്ളൂ. ഇത് ഞാൻ പറയുമ്പോഴും കുടുംബമാണല്ലോ സഭയുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ അടിത്തറ. വിദ്യാഭ്യാസത്തിലൂടെ ഈ അടിത്തറ ഇട്ടുകൊടുക്കുവാനായിട്ട് ഇന്ന് ബഥനി പരിശ്രമിക്കുന്നുണ്ട്. ശരിയാണ്, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഒക്കെ ഉണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളും എല്ലാം ഇന്ന് പ്രവർത്തിക്കുന്നു. ഒപ്പം ബഥനിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷിത മേഖലയാണ് ആതുര സേവന രംഗം. ആതുര സേവന രംഗത്ത് 2 ഹോസ്പിറ്റലുകളെ ബഥനിക്ക് സ്വന്തമായിട്ട് ഉള്ളൂ. പക്ഷേ മറ്റ് ഹോസ്പിറ്റലുകളിൽ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നു. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നതായ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 9 സിസ്റ്റേഴ്സ് ഡോക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, അമേരിക്കയിലും ഈ സേവനം തുടരുന്നുണ്ട്. ഡോക്ടേഴ്സ് മാത്രമല്ലല്ലോ, ഇനി അലോപ്പതി മാത്രമല്ല, ഇന്ന് നമുക്കറിയാം നാച്ചുറോപ്പതി, ആയുർവേദം, ഹോമിയോ, ഈ എല്ലാ മേഖലകളിലും ഡോക്ടർ സിസ്റ്റേഴ്സ് ഇന്ന് നമുക്ക് ഉണ്ട്. ഒപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലും എല്ലാം പ്രാവീണ്യം നേടിയിട്ടുള്ളതായ സിസ്റ്റേഴ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാറേ, ഇന്ന് ബഥനി സന്യാസിനി സമൂഹം പ്രാധാന്യം കൊടുക്കുന്നത് സമൂഹം അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ഒപ്പം തന്നെ അശരണനായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവർക്കാണ് ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കറിയാലോ, സഭയും ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണല്ലോ ഇന്ന് നമുക്ക് ഉള്ളത്. ഇന്ന് ബഥനിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 14ഓളം സ്ഥാപനങ്ങൾ, അതും വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതായ ഭവനങ്ങൾ, ഒപ്പം മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ പരിശീലനം, ആ പരിശീലനം തന്നെ അവർക്ക് വേണ്ടതായ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന സെന്റേഴ്സ്, കൂടാതെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. ഈ സെന്റേഴ്സിൽ ഏകദേശം ഇന്ന് 50ഓളം സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നു. കൂടെ സൗത്ത് ആഫ്രിക്കയിലുള്ളതായ ലിറ്റിൽ ഏഡൻ സൊസൈറ്റി, അവിടെ 300ഓളം മാനസിക വൈകല്യമുള്ള കുട്ടികളാണ് ഉള്ളത്. അവരുടെ സംരക്ഷണവും അവർക്ക് വേണ്ട സേവനവും ചെയ്യുന്ന കാര്യത്തിലും ഇന്ന് ബഥനി ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലങ്കര കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകവ്യാപകമായിരിക്കുകയാണ്. നമുക്ക് കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും നമുക്ക് പള്ളികളും മറ്റ് എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട്. ഒരുപക്ഷെ സഭ അങ്ങനെ ഒരു ഗ്ലോബലായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ബഥനിയും അങ്ങനെ കേരളത്തിന് പുറത്തേക്കും ഭാരതത്തിന് പുറത്തേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപ്പറ്റി ഒന്ന് പറയാൻ കഴിയുമോ?
തീർച്ചയായിട്ടും. കാരണം ബഥനി ഇന്ന് കേരളത്തിൽ സ്ഥാപിതമായി എങ്കിലും കേരളത്തിന് പുറത്ത് 13ഓളം സംസ്ഥാനങ്ങളിൽ ഇന്ന് സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക ഈ ഭൂഖണ്ഡങ്ങളിലെല്ലാം ബഥനി സിസ്റ്റേഴ്സ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവന രംഗത്തും ഒപ്പം മലങ്കര സഭയുടെ ആത്മീയ നവീകരണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പുനരൈക്യം. അപ്പോൾ ചിലപ്പോൾ സാറ് ചോദിക്കാം, ഈ പുനരൈക്യം എങ്ങനെയാ ആഫ്രിക്കയിൽ നടക്കുക എന്നൊക്കെ ചിലപ്പോൾ സംശയം തോന്നാം. അവിടെയും നടക്കും. കാരണം സുവിശേഷ പ്രചരണം യേശുതമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതാണ്, ലോകം എങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക. അപ്പോൾ ഭാരത സുവിശേഷവൽക്കരണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നും ഇന്ന് മാറി ലോകം മുഴുവനും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ബഥനി നീങ്ങി. പുനരൈക്യ പ്രസ്ഥാനത്തോടു കൂടി ബഥനിയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഏതൊരു പ്രവർത്തന മേഖലയിലും സഭയോടൊത്ത് ചിന്തിക്കുക, സഭയോടൊത്ത് പ്രവർത്തിക്കുക, ഇതാണ് ബഥനി സന്യാസിനി സമൂഹം മനസ്സിൽ കാണുന്നതും പ്രവർത്തിക്കുന്നതും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ നമുക്കറിയാം. അതിൽ 5 പേർ സന്യാസിനി സഭകളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അപ്പോൾ മാർ തെരേസയിൽ ആരംഭിച്ച് ഏറ്റവും അവസാനം വിശുദ്ധ ഏവുപ്രാശാമ്യയിൽ എത്തി നിൽക്കുന്ന ആ ഒരു ഗണം ആളുകളുണ്ട്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ ഒരു പ്രചോദനമായി മാറിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ട് സാറേ. ശരിക്കും പറഞ്ഞാൽ ഇവര് വിശുദ്ധരെന്ന് വിളിക്കപ്പെട്ടു. പക്ഷേ ഞാൻ പറയും, വിശുദ്ധരെന്ന് വിളിക്കപ്പെടാത്ത ധാരാളം വിശുദ്ധരായ സന്യസ്തര് ഉണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ അൽഫോൻസാമയാണല്ലോ ആദ്യമായിട്ട് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. സന്യാസിനി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിശുദ്ധ എന്നുള്ള നാമകരണം നടന്നതിലൂടെ സന്യാസ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധ എന്നുള്ളതായ പേരിൽ അത് ഞങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമായിരുന്നു. ശരിക്കും സന്യാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തന്നെ സന്യാസത്തിൻ്റെ ആദർശവും ലക്ഷ്യവും എല്ലാം നോക്കിക്കഴിഞ്ഞാലും വിശുദ്ധരാകാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രിയിൽ പറയുന്നുണ്ടല്ലോ, എല്ലാവരും വിശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടത്. സന്യസ്തര് മാത്രമല്ല, കുടുംബജീവിതക്കാർ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് നേരെ വിരുദ്ധമായ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ മദറിനോട് ചോദിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അൽമായരായ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സന്യാസം നേരിടുന്ന വെല്ലുവിളികൾ ഒരു വശത്ത് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ സമൂഹം വളരെ മോശമായി സന്യസ്തരെ വീക്ഷിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഞങ്ങൾക്കും വളരെ വേദനയുള്ള സന്ദർഭങ്ങളാണ്. ഇങ്ങനെ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു ഒറ്റപ്പെട്ട വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ ഈ സമൂഹത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ പ്രതികരണം എന്താണ്, നിങ്ങൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. സാറേ, ഫിലിപ്പിയർ ലേഖനം 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്, പിന്നെയോ അവിടെ പറയുന്നുണ്ട് സഹിക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പൊ സന്യാസം ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സഹനത്തിന്റെ മേഖലയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഒരു വ്യക്തിയുടെ കുറവ് കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനും അങ്ങനെ പറയുന്നത് ശരിയാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭ അല്ലെങ്കിൽ സമൂഹം ഇതൊരു വ്യക്തിയല്ല. സഭയിലെ അംഗത്വം അല്ലെങ്കിൽ സന്യാസ സമൂഹത്തിലെ അംഗത്വം അത് സ്വയം ആഗ്രഹിച്ച് സ്വീകരിക്കുന്ന ഒന്നാണ്. ഇനിയൊരു അംഗത്വം ലഭിക്കണമെങ്കിൽ
പ്രത്യേകിച്ച് സന്യാസ പരിശീലന ഘട്ടങ്ങളുണ്ട്. ദീർഘവർഷത്തെ പഠനവും പ്രാർത്ഥനയും അതെല്ലാം കഴിഞ്ഞാണ് ഈ സന്യാസ പ്രതിഷ്ഠയ്ക്കായിട്ട് ഒരു തീരുമാനം എടുക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ പറയും, സ്വതന്ത്ര മനസ്സുണ്ട് നമുക്ക്. വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനും ഒക്കെ ഉള്ളതായ സമയവും എല്ലാം ഈ സന്യാസ സമൂഹങ്ങൾ പരിശീലന കാലഘട്ടത്തിൽ തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് സന്യാസത്തെ ഇകഴ്ത്തി പറയുമ്പോൾ ഞാൻ പറയും, സന്യാസ ജീവിതത്തിൻ്റെ മഹത്വം എന്താണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ള എല്ലാവരും ഞങ്ങളെക്കാൾ പ്രായം കൂടിയവരാണെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത്, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സ്ഥാനത്ത് സ്വന്തം മക്കളെ പോലെയാണ് ഞങ്ങളുടെ ഓരോ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ ഞങ്ങൾ ഇടപെടുന്നതായ വ്യക്തികളെ കാണുന്നത്. അതായത് ലോകം മുഴുവൻ ഞങ്ങളുടെ കുടുംബമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, സന്യാസ ജീവിതം അതൊരു മഹത്വമുള്ള ജീവിതമാണ്. അതൊരു സന്യാസ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധരൊക്കെ പറയും മലാഖമാരുടെ ജീവിതമാണെന്ന്. അതെ, സന്തോഷം, അതിൻ്റെ ഒരു ആഹ്ലാദം അത് പുറത്തു നിന്ന് ചിന്തിക്കുന്നവർക്കോ നോക്കുന്നവർക്കോ മനസ്സിലാകത്തില്ല. കാരണം സന്യാസം ജീവിച്ചാലേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തു നിന്ന് എന്തൊക്കെയോ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് അതാണോ സന്യാസം സാറേ? അല്ല, അതല്ല സന്യാസം. ഞാൻ പറയും, ഞാൻ അനുഭവിക്കുന്ന എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ മാധുര്യം, അത് സങ്കീർത്തനൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യമേ തേടുന്നുള്ളൂ, ഒരു കാര്യമേ അന്വേഷിക്കുന്നുള്ളൂ, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കണം, അവിടുത്തെ ആലയത്തിൽ ആയിരുന്നു കൊണ്ട് അവിടുത്തെ ഹിതം ആരായണം. അതെ, ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തൊക്കെ വന്നോട്ടെ അത് ദൈവം അറിഞ്ഞേ സംഭവിക്കുന്നുള്ളൂ. ദൈവാശ്രയം, അതാ ഞാൻ പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്ത് വന്നാലും അത് നേരിടാൻ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മാതൃക, ഞങ്ങൾ ആരുടെ പുറകെ തിരിച്ചിരിക്കുന്നത്? യേശുവിൻ്റെ പുറകെയാണ്. യേശുവിൻ്റെ ജീവിതം ഞങ്ങൾക്ക് അതാ തരുന്നത്. ഞങ്ങളുടെ പരിശീലനത്തിലൂടെയും ഈ യേശുവിന് വേണ്ടി, യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ സന്യാസ ജീവിതത്തിലൂടെ അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ക്രിസ്തുവിന് സാക്ഷ്യം വഹി, കേൾക്കുന്നതിനെല്ലാം പ്രതികരിക്കുന്ന ഒരു രീതി ക്രിസ്തുവിനുണ്ടായിരുന്നില്ല. പക്ഷേ പറയേണ്ട സമയത്ത് പറയണം. എല്ലാവരോടും പറഞ്ഞാൽ അത് മനസ്സിലാവുകയും ഇല്ല. അപ്പോൾ മദർ ഇക്കാര്യത്തിൽ തീവ്രമായ ബോധ്യമുള്ളയാളാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഞാനത് അങ്ങേയറ്റം വിലമതിക്കുന്നു. വളരെ ശക്തമായി മുന്നോട്ട് പോകുവാൻ മദറിന് ഈ സമൂഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞാനൊരു ചെറിയ കാര്യം കൂടെ പറയട്ടെ. മദറിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ എന്നാണ്. ഞാൻ മനസ്സിലാക്കിയത് ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന വിശുദ്ധയുടെ ഭവനത്തിലുള്ള 5 പേർ കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധരാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അവരുടെ പേരൻസ് ഉൾപ്പെടെയുള്ള. അതേപ്പറ്റി ഒന്ന് പറയാമോ അല്പം? വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വേറൊരു പേരാണ് ലിറ്റിൽ ഫ്ലവർ. ലിറ്റിൽ ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം അമ്മയും അപ്പനും സഹോദരങ്ങൾ 3 പേരും വിശുദ്ധരാണ്. മാതാപിതാക്കൾ സന്യാസ ജീവിതം ഇഷ്ടപ്പെട്ടവരായിരുന്നു. പക്ഷേ ദൈവഹിതം വേറൊന്നായിരുന്നു. കുടുംബജീവിതം നയിച്ച് ദൈവം കൊടുക്കുന്ന മക്കളെ നല്ല രീതിയിൽ ആത്മീയമായി വളർത്തി ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബജീവിതക്കാർക്കും വിശുദ്ധരാകാം. അതെ, മാർട്ടിൻ ഹൊരിനും സെലിൻ ഹൊരിനും വിശുദ്ധരാണ്. ഇന്ന് കുടുംബജീവിതക്കാർക്ക് മാതൃകയാക്കാവുന്ന വിശുദ്ധരാണ് ഇവർ. മിസ്റ്റർ കൊച്ചുത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടിയ ഈ ആത്മീയത മക്കളിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ മക്കളെയും ദൈവം ദാനമായി നൽകിയതിനെ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കാൻ, അത് ദാനമായിട്ട് തന്നെ കൊടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു.
ഞാൻ സാറെ ചോദിച്ചതിലൂടെ ഞാനും പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളും, നിങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ ദൈവത്തിന് കൊടുക്കാൻ അതിനുള്ള സന്മനസ്സുള്ളവർ ആയി മാറണം എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സന്യാസത്തെ ഇകഴ്ത്തി പറയുമ്പോഴും ഇതിലൂടെ വിശുദ്ധരാകാനായിട്ട് സാധിക്കുന്നു. ആ ജീവിതത്തെ എങ്ങനെ കാണുന്നു? അതാ ഞാൻ ആദ്യത്തെ ഉത്തരം സാറിന് തന്നത്. ഇപ്പോൾ ഈ മദർ പറഞ്ഞ ഈ കാര്യവുമായി ബന്ധപ്പെടുത്തി ഞാൻ ഒരു കാര്യം പറയുകയാണ്. മദർ പറഞ്ഞ് കൂടുതൽ ആളുകൾ സന്യാസത്തിലേക്ക് വരണം, മക്കളെ മാതാപിതാക്കൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും ബഥനിയിലോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രിഗേഷനിലൊക്കെ പുതുതായി ഈ ഒരു വൃത്തിയിലേക്ക് വരുന്ന, ഈ ജീവിതാന്തസ്സിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. എങ്കിലും മദറിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നാമതായിട്ട് തോന്നുന്ന സാറേ, അണുകുടുംബങ്ങളായിരുന്ന നമ്മുടെ കുടുംബങ്ങൾ പണ്ട് നമുക്കറിയാം, കൂട്ടുകുടുംബങ്ങളായിരുന്നു. ഓരോ കുടുംബത്തിലും മക്കളുടെ എണ്ണം, ബന്ധങ്ങൾ, പങ്കുവെക്കലുകൾ. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അതൊക്കെ കുറഞ്ഞിട്ടില്ലേ? ഉണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നുന്നു. മക്കളുടെ എണ്ണം കുറഞ്ഞു എന്നത് ഒരു കാരണം. പിന്നെ ഇന്ന് നമ്മൾ നോക്കിയാൽ ആദ്യ കാലഘട്ടം അല്ലല്ലോ ഇപ്പോൾ. വ്യക്തി സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. ഇന്ന് വേറൊന്നാണ്, സോഷ്യൽ മീഡിയയിൽ സന്യാസത്തെ ഇകഴ്ത്തി പറയുന്ന പലതും കാണാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിരുന്നല്ലോ. പുറത്തു നിന്ന് കാണുന്നതാണ്, പക്ഷേ എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. ശരിയാ, ഇന്ന് നമ്പർ കുറഞ്ഞു എങ്കിലും അതിനകത്ത് പ്രയാസം തോന്നുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റിയെക്കാളും എണ്ണത്തെക്കാളും ക്വാളിറ്റി ഉള്ളവർ, സന്യാസം യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ട് ആ വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ കടന്നു വരുന്നെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്നെനിക്ക് തോന്നിപ്പോകുകയാണ്. തീർച്ചയായും അങ്ങനെ അതേപ്പറ്റിയുള്ള ഒരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നു എന്നറിയുന്നതിലേറെ സന്തോഷം. ഞാൻ ഇനിയും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ബഥനി അതിൻ്റെ 100-ാം വർഷത്തിലേക്ക് കടക്കുന്നു, 2024 പ്രവേശിക്കുന്നു. എന്താണ് ഈ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും കർമ്മ പരിപാടികൾ ആലോചനയിലുണ്ടോ? എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ? ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, 1956 പൊന്തിപ്പിക്കൽ പദവിയിലേക്ക് വന്നു. അന്നാണ് ആദ്യമായിട്ട് ഒരു സുപ്പീരിയർ ജനറൽ എന്നുള്ള ഒരു സ്ഥാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ മദർ ജനറൽ മദർ മാക്സ ആണ്. സമൂഹത്തിൻ്റെ 10 മദേഴ്സ്, ആദ്യത്തെ 10 അംഗങ്ങളെ 1962 വത്തിക്കാനിൽ നിന്നും നമ്മുടെ പരിശുദ്ധ സിംഹാസനം അവരെ മദേഴ്സ് എന്ന പേര് നൽകി അവരെ ആദരിച്ചു എന്നുള്ളത് ബഥനി സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതിനുശേഷം ഉള്ളതായ കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2016 അവസാനമായി ജനറൽ സിനാക്സിസ്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആ ഒരു സമ്മേളനത്തിന് പറയുന്ന പേരാണ്. ആ ജനറൽ സിനാക്സിസിൽ 2016 നടന്ന സിനാക്സിസിൽ 10 വർഷത്തേക്കുള്ളതായ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുകയാണ്. 1930 മുതൽ പുനരൈക്യത്തിനു വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, മലങ്കര സഭയുടെ ആത്മീയ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. സഭയോടൊത്ത് ചിന്തിക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓർക്കും, ബഥനിയുടെ ആദ്യ കാലഘട്ടങ്ങൾ എടുത്തു നോക്കുമ്പോൾ തിരുവനന്തപുരം അതിരൂപതയുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട്, അങ്ങനെ ആ ഭാഗത്തേക്ക് ഉള്ളതായ ആദ്യ പ്രവേശനങ്ങൾ ബഥനി സിസ്റ്റേഴ്സ് ആയിരുന്നു. തിരുവല്ല കേന്ദ്രീകരിച്ച് തിരുവല്ല പ്രൊവിൻസ് അത് 1968 കൂടി ആസാമിലെ മിഷനൊക്കെ ആരംഭിച്ചതാണ്. പക്ഷേ അത് ലത്തീൻ സഭയിലായിരുന്നു സേവനം ചെയ്തുകൊണ്ടിരുന്നത്. 1979 ബത്തേരി പ്രൊവിൻസ് രൂപം കൊണ്ടപ്പോഴത്തേനും ഒത്തിരിയും സിസ്റ്റേഴ്സ് അങ്ങോട്ട് ഓപ്റ്റ് ചെയ്തപ്പോൾ ഈ ആസാം
എന്നുള്ളതായ മിഷൻ വേണ്ടാന്ന് വെച്ചു. കാരണം ഒരു മിഷൻ രൂപതയായിരുന്നു. നമ്മുടെ രൂപതകളൊക്കെ മിഷൻ രൂപതകൾ ഫോം ചെയ്തപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലെ സിസ്റ്റേഴ്സ് എല്ലാം ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഞാനിതിങ്ങനെ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2016 സിനാക്സിസിലെ മിഷനറി പ്രവർത്തനങ്ങൾ, അതായത് കേരളത്തിന് പുറത്തേക്കുള്ള പ്രവർത്തനങ്ങളെ കുറച്ചുകൂടെ വിപുലീകരിക്കണം എന്നുള്ളതായ ഒരു തീരുമാനം ഉണ്ടായി. ഒപ്പം കേരളത്തിന് ഇന്ത്യക്കും പുറത്ത് 2006 മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് ബദനി സിസ്റ്റേഴ്സ്. അതും ആദ്യം തുടങ്ങുന്നത് അഡിസ് അബാബയിലാണ്, ക്യാപിറ്റൽ സിറ്റി, എത്യോപ്യയുടെ ക്യാപിറ്റൽ സിറ്റിയിലായിരുന്നു. അത് MC സിസ്റ്റേഴ്സിൻ്റെ കൂടെയായിരുന്നു, മദർ തെരേസയുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ. അത് നമ്മുടെ ക്യാരിസം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാ സുപ്പീരിയർ ജനറൽസിൻ്റെയും ഒരു സംഘടനയുണ്ട്, UISG, ഇൻ്റർനാഷണൽ ഒരു സംഘടനയാണ്. അപ്പോൾ ഈ ക്യാരിസം മനസ്സിലാക്കിക്കൊണ്ട് ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ ക്ഷണിക്കുകയായിരുന്നു. നമ്മുടെ ക്യാരിസം അതാണെന്ന് അറിഞ്ഞുകൊണ്ട്. കാരണം മദർ തെരേസ സിസ്റ്റേഴ്സ് എയ്ഡ്സ് രോഗികളായ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാരിസം വിദ്യാഭ്യാസം അവരുടെ ക്യാരിസമല്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മളെ അങ്ങോട്ട് സേവനത്തിനായിട്ട് ക്ഷണിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രോജക്റ്റായിരുന്നു. അത് ഏറ്റെടുക്കുവാൻ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ കടന്നു ചെല്ലുന്നത് അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു 2 വർഷക്കാലം അവരോട് കൂടെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ തന്നെ ഒരു റിമോട്ട് ഏരിയയിലേക്ക്, എത്യോപ്യയിലെ സിസൻജോയിലേക്ക് നമ്മുടെ സേവന രംഗം മാറ്റി. ഇന്ന് അവിടെ 3 ക്ലിനിക്കുകൾ, 4 സ്കൂളുകൾ ഇന്ന് സിസ്റ്റേഴ്സ് അവിടെ പ്രവർത്തിക്കുന്നു. 3 മഠങ്ങൾ ഇന്ന് അവിടെ നമുക്കായിട്ട് ഉണ്ട്. ഇതൊക്കെ ഞാനിത് പറഞ്ഞു വരുന്നത്, സാർ ചോദിച്ചല്ലോ എന്താണ് ഈ ശതാബ്ദി ആഘോഷത്തിനേക്കായിട്ട് പുതിയതായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെയൊക്കെ ഒന്ന് ഊർജിതപ്പെടുത്തുക, ഒപ്പം 100 വർഷം എന്നത് വെച്ചുകൊണ്ട് 100 ഭവനങ്ങൾ വെച്ചു കൊടുക്കുവാൻ, 100 പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായിക്കുവാൻ. അതുപോലെ തന്നെ മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ച് നമ്മുടെ സഭയിലെ തന്നെ എല്ലാവർക്കും പിതാവിൻ്റെ ദർശനങ്ങളെ കുറിച്ചൊക്കെ അറിയാമോ? കുറേ കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയാണ് വന്നത്. എല്ലാ ഇടവകകളിലും, അതായത് പ്രൊവിൻസ് തലങ്ങളിൽ 5 പ്രൊവിൻസുകളാണ് ഞങ്ങൾക്കുള്ളത്. തിരുവനന്തപുരം, തിരുവല്ല, ബത്തേരി, പത്തനംതിട്ട, മൂവാറ്റുപുഴ, 5 പ്രൊവിൻസുകളാണ്. ഈ 5 പ്രൊവിൻസിൻ്റെ കീഴിലാണ് കേരളത്തിന് പുറത്തും അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിട്ടുള്ളതായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഓരോ പ്രൊവിൻസും 20 എണ്ണം വീതം. അതാണ് പിതാവിനെ കുറിച്ചുള്ളതായ പിതാവിൻ്റെ ദർശനങ്ങൾ, പിതാവിൻ്റെ പഠിപ്പിക്കലുകൾ, ഇതിനെക്കുറിച്ചുള്ളതായ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുക്കുവാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് പിതാവിനെ ലോകം അറിയണം. നമ്മൾ തന്നെ ആദ്യം അറിഞ്ഞെങ്കിലേ അത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞങ്ങൾ ഈ സഹായത്തെക്കുറിച്ച് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഉപവാസത്തിൻ്റെ തുക ഇതിനായിട്ടൊക്കെ മാറ്റിവെക്കണം എന്നുള്ളത് കൂടിയാണ്. ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ 50 നോമ്പിലെ ഉപവാസത്തിൻ്റെ തുക അതൊരു മിഷന് വേണ്ടി കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഏറെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 8 ലക്ഷത്തോട് അടുത്തുള്ളതായ ഒരു തുക കൊടുക്കുവാനായിട്ട് ബഥനി സന്യാസിനി സമൂഹത്തിന് സാധിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഈ ശതാബ്ദിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കൂടെ ആയിരിക്കുവാൻ പിതാവും ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അതാണല്ലോ. പിതാവ് മുണ്ടൻമലയിൽ വന്നപ്പോഴും നമുക്കറിയാം അനാഥ മന്ദിരങ്ങൾ, അതായത് പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്ന സഭ, അതാണ് ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹവും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രവേശിക്കാനായിട്ട് പോകുമ്പോഴും ആത്മീയമായ ഒരു നവീകരണം ഞങ്ങൾ ഓരോരുത്തരിലും, അതായത് സന്യാസ ഭവനത്തിൽ ഞങ്ങൾ ഓരോരുത്തരിലും ഉണ്ടായി അത് ഞങ്ങൾ ഇടപെടുന്നവരിലേക്ക് കൊടുക്കണം.
ഇടവക തലങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രേക്ഷിത മേഖലകളിലേക്ക് ഒക്കെ കൊടുത്ത് മലങ്കര സഭയെ നവീകരിക്കുവാൻ, ഐക്യത്തിൻ്റെ വാഹകരായിട്ട് മാറുവാൻ, ഇതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനത്തിനുള്ളതായ സഹായങ്ങൾ കൊടുക്കുക, ഇടവകയെ നവീകരിക്കുവാൻ ബോധവൽക്കരണ ക്ലാസ്സുകൾ, ഒപ്പം മൊബൈൽ മിഷനെ കുറച്ചുകൂടെ ഊർജിതപ്പെടുത്താൻ. പിന്നെ ഈ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോൾ വന്നതായ ആശയമായിരുന്നു മിഷൻ രംഗത്തേക്ക് കൂടുതലായിട്ട് സിസ്റ്റേഴ്സിനെ അയക്കുക, അല്ലെങ്കിൽ മിഷൻ രംഗത്ത് കുറച്ചുകൂടെ ബഥനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതും ആ സമയത്ത് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശതാബ്ദിയിലേക്ക് എത്തുമ്പോഴത്തേനും ഒരു ആത്മീയ നവീകരണം അത് വ്യക്തിപരമായും സമൂഹപരമായും സഭാപരമായും എല്ലാം നടക്കണം എന്നുള്ളതായ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾക്ക് ഉള്ളത്. തീർച്ചയായും അത് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് തന്നെ വലിയ ഒരു ആത്മീയ ഊർജം പകരുന്ന ഒരു സംഭവമായിരിക്കും എന്നെനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നു. ഞാനിനി മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യവും ലോകം മുഴുവൻ ഇപ്പോൾ ഒരു വലിയ മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കഴിഞ്ഞ 10 മാസത്തിലധികമായി എല്ലാ രംഗത്തും, അത് ആത്മീയ രംഗത്തും ഭൗതിക മേഖലയിലുമെല്ലാം നമ്മുടെ ആളുകളെ മുഴുവൻ പിടിച്ചൊലച്ച ഒരു മഹാമാരിയുടെ ഭീഷണിയിൽ നിന്ന് ഇപ്പോഴും നമ്മൾ പൂർണ്ണമായും വിമുക്തരായിട്ടില്ല. ഒരുപക്ഷെ ഈ കാര്യങ്ങളിലൊക്കെ ഇതിനെ അതിജീവിക്കുന്നതിൽ, ആളുകളെ സഹായിക്കുന്നതിൽ തീർച്ചയായും ബഥനി സന്യാസിനി സമൂഹം നിങ്ങളുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഏതെങ്കിലും പ്രത്യേകമായ മേഖലകളിൽ അങ്ങനെ നമ്മുടെ നിർണായകമായ പ്രവർത്തനങ്ങൾ ഉണ്ടായതിനെ പറ്റി ഒന്ന് പറയാമോ? ബഥനിക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഞാനതിൽ പൂർണ്ണമായും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടേതായൊരു പങ്ക് വഹിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒത്തിരി പേര് ജോലി നഷ്ടപ്പെട്ടു, സാമ്പത്തിക വരുമാനം ഇല്ലാതായി, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഫീസ് കൊടുക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ വന്നു. പിന്നെ കോവിഡ് ബാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുനരധിവാസ കേന്ദ്രങ്ങൾ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടൊക്കെ വന്നു. ആ സാഹചര്യത്തിലൊക്കെ ബഥനി സന്യാസിനി സമൂഹത്തിന് അവർക്ക് കൈത്താങ്ങ് കൊടുക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓരോ പ്രൊവിൻസും അതാത് മേഖലകളിൽ, അതായത് ആ പ്രൊവിൻസുകളായിരിക്കുന്നതായ സ്ഥലങ്ങളിലൊക്കെ കുടുംബങ്ങളിലേക്ക് വേണ്ടതായ സഹായങ്ങൾ കൊടുക്കാൻ, വിദ്യാഭ്യാസപരമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാൻ. പ്രത്യേകിച്ച് നമുക്കറിയാം, ആദ്യ സമയത്ത് മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും മാസ്ക് ഒന്നും കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നു. പല കോൺവെൻറ്റുകളിലും സിസ്റ്റേഴ്സ് ഇരുന്ന് മാസ്ക് തയ്ച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, ചില കോളനികളിലൊക്കെ ഭക്ഷണ സാധനത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ പഞ്ചായത്ത് വഴിയൊക്കെ ഞങ്ങൾ കൊടുത്തതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഞങ്ങൾ പല സ്ഥാപനങ്ങളും ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സായിട്ട് കൊടുത്തു. അവിടെയും സിസ്റ്റേഴ്സ് പല സേവനങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സിസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. വേറെ ഒന്ന്, ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നതായ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും കോവിഡ് വന്നു. ജീവനെ തന്നെ പണയം വെച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതമായിരുന്നു, അല്ലെങ്കിൽ ഒരു സേവന രംഗമാണല്ലോ ഈ ആതുര സേവന രംഗം എന്ന് പറയുന്നത്. സിസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു 125-130ഓളം സിസ്റ്റേഴ്സ് നഴ്സസ് ആയിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും, യേശു കാണിച്ചു തന്നിരിക്കുന്നത് അതാണല്ലോ. സ്നേഹം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതിൽ പറയുന്നുണ്ട്, സ്നേഹിതന് വേണ്ടി സ്വജീവൻ അർപ്പിക്കുക. അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നെ. അതെ, ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും അതെ, അവരുടെ ജോലി ചെയ്യേണ്ട സമയം എന്ന് പറയുന്നതൊക്കെ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ എന്നുള്ളതൊക്കെ ചിലപ്പോൾ 12-16 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ഡോക്ടേഴ്സായിട്ടുള്ള സിസ്റ്റേഴ്സൊക്കെ പല മീഡിയാസിലും വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്കയിൽ പ്രിയപ്പെട്ട ഡോക്ടർ സിസ്റ്റർ ജോസലിൻ ചെയ്തതായ സേവനങ്ങൾ ഈ കോവിഡ് സമയത്ത് സിസ്റ്ററിന് ഒത്തിരി അതിനു വേണ്ടി സംഭാവനകൾ കൊടുക്കാനായിട്ട് അവിടെ സാധിച്ചിട്ടുണ്ട്.
ആദ്യ കാലഘട്ടത്തിൽ നമ്മൾക്ക് അറിയാം, ന്യൂയോർക്ക് ഏറിയയിലും ഫിലാഡൽഫിയ ഈ പ്രദേശങ്ങളിലൊക്കെ കോവിഡ് കൂടുതലായിട്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. കേരളത്തിലും അതെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് അതേപോലെ തന്നെ സേവന രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ ചെയ്യാൻ സാധിച്ചത് ക്രിസ്തുവിൻ്റെ ആ ഒരു പഠിപ്പിക്കൽ, അതായത് ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നവനാണല്ലോ നല്ല സമറിയാക്കാരൻ. ഓരോ ക്രിസ്ത്യാനിയും അതാണ്. അപ്പോൾ സന്യാസ്തരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരുപടി കൂടി കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. ആ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മിശിഹാനുകരണ സമൂഹം എന്നുള്ള നിലയിൽ തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലും നമ്മുടെ ആളുകൾക്ക് ഒത്തിരി സഹായം ലഭിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ഈ സമൂഹവുമായി മദറിന് പങ്കുവയ്ക്കാനുള്ളതുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. സാറേ, ബഥനി സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തകൻ പറയുന്ന ഒരു വാക്കാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. കർത്താവ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വളർത്തി വലുതാക്കി. സങ്കീർത്തനം 18:35 പറയുന്ന വാക്യങ്ങളാണ്. ബഥനിയെ സംബന്ധിച്ചിടത്തോളം അതെ, ദൈവത്തിൻ്റെ വാത്സല്യം അതാണ് ഇത്രത്തോളം വളരാനും ഇതൊക്കെ ചെയ്യുവാനും ഉള്ളതായ പ്രചോദനം. ഒപ്പം തന്നെ ഞാൻ പറയും, ഞങ്ങൾക്ക് അപ്പനും അമ്മയും എല്ലാം ആയിരുന്ന ഞങ്ങളുടെ 1915 മുതലുള്ളതായ പരിശീലന കാലഘട്ടം മുതൽ മറിവാനിയസ് പിതാവിൻ്റെ ആ ഒരു അമ്മയുടെയും അപ്പൻ്റെയും വാത്സല്യം, അത് ബഥനിക്ക് എന്നും ഒരു മധ്യസ്ഥ ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1953 വരെ ബഥനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുപ്പീരിയർ ജനറൽ മറിവാനിയസ് പിതാവ് ആയിരുന്നു. സാറിനോട് നേരത്തെ പറഞ്ഞല്ലോ, 1956 ബഥനി പൊന്തിപ്പിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. 1956 വരെയും ഇത് 2 രൂപത സമൂഹങ്ങളായിരുന്നു. തിരുവനന്തപുരത്ത് മറിവാനിയസ് പിതാവിന് ശേഷം മാർ ഗ്രിഗോറിയസ് പിതാവും, തിരുവല്ല പ്രൊവിൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലഘട്ടം മുതൽ മാർ തെയോഫിലോസ് പിതാവിന്റെ മാർഗദർശനങ്ങൾ, പിതാവ് തന്നിട്ടുള്ളതായ സ്നേഹവും വാത്സല്യവും, അതിനുശേഷം മാർ സെവറിയോസ് പിതാവ് നൽകിയതായ സേവനങ്ങളും ഒക്കെ ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. കാലാകാലങ്ങളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ നയിച്ചതായ ഓരോ പിതാക്കന്മാരുടെയും മാർഗനിർദ്ദേശങ്ങൾ, അവരുടെ സ്നേഹവും വാത്സല്യവും, ഇതെല്ലാമാണ് ഇന്ന് ബഥനി ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിലുള്ളതായ രഹസ്യം എന്നുള്ളത് പറയുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം പല വെല്ലുവിളികളും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുന്ന ഒരു വാചകം അവിടെ ഉണ്ട്. കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ, ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു, രാവും പകലും അതിനെ കാവൽ നിൽക്കുന്നു. ഇന്ന് എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും ഞാൻ ഈ വചനത്തെ മുറുകെപ്പിടിക്കുകയാണ്. കാരണം കർത്താവാണ് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. അതിന് വളരാനുള്ളത് എല്ലാം, വേണ്ടതെല്ലാം നനച്ച് വളർത്താൻ ഈ കർത്താവ് വേണ്ടത് തരും. ഒപ്പം തന്നെ രാവും പകലും എന്തൊക്കെ ശക്തികൾ ആഞ്ഞടിച്ചോട്ടെ, ഓരോരുത്തർക്കും രാവും പകലും കാവലായിട്ട് കർത്താവ് ഉണ്ടായിരിക്കും. ഇതാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. ബഥനിയുടെ സ്ഥാപകൻ ദേവദാസൻ മറിവാനിയസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സഭാതലത്തിൽ നിന്ന് നടന്നു വരികയാണ് എന്ന് നമുക്കറിയാം. ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായി അതിന് പിന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് തീർച്ചയായും ബഥനി സന്യാസിനി സമൂഹം. ഇതിൻ്റെ വൈസ് പോസ്റ്റുലേറ്ററായി പ്രിയപ്പെട്ട സിസ്റ്റർ ചാന്ദ്ര പ്രവർത്തിച്ചിരുന്നത് നമുക്കറിവുള്ളതാണ്. അതുപോലെ തന്നെ നിരന്തരമായ പ്രാർത്ഥനകൾ എല്ലാ ഭവനങ്ങളിലും അവർ നടത്തുന്നുണ്ട്. ഈ ശതാബ്ദി വർഷത്തിൽ, ഈ ശതാബ്ദി കാലഘട്ടത്തിൽ വന്യ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ചേർക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുന്ന
ബഥനി സന്യാസിനി സമൂഹത്തിന് അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മോടൊപ്പം ഈ വേദി പങ്കിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്കായി പങ്കുവച്ച ബഥനിയുടെ സുപ്പീരിയർ ജനറൽ വന്നിയ മദർ ലിറ്റിൽ ഫ്ലവറിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.